ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സച്ചിയും അർച്ചനയുമാണ്. സേതുമാധവന്റെ കാര്യങ്ങൾ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വക്കീല് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ ഡിവൈഎസ്പി അത്ര നല്ലൊരാളല്ലെന്നും അയാള് സേതു സാറിനെ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നാ കണ്ടു നിന്ന ഒരാള് എൻ്റെ അടുത്ത് പറഞ്ഞതെന്നും വക്കീല് പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സച്ചിയും അർച്ചനയും. ഇനി അച്ഛനെ രക്ഷിക്കാൻ ഒരു വഴിയുമില്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ വക്കീൽ പറയുകയാണ്, ഇനിയാകെ ഒരു വഴിയേ ഉള്ളൂ. ഈ മരണപ്പെട്ട ആളുകളുടെ കുടുംബങ്ങളുണ്ടല്ലോ, അവർക്ക് പരാതിയൊന്നുമില്ലെന്ന് അവര് എഴുതി തരണം. ആ പരാതി കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാലേ ഇനി എന്തെങ്കിലും രക്ഷയുള്ളെന്നും വക്കീൽ പറയുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ കുടുംബങ്ങളിലേക്ക് പോകാമെന്ന് സച്ചിയും അർച്ചനയും പറയുകയാണ്. അല്ല, നിങ്ങൾ അവർക്ക് പണം കൊടുക്കാമെന്ന് പറഞ്ഞത് സത്യമാണോ എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ അതേ എന്ന് അർച്ചന പറയുന്നു. എങ്കിൽ നാളെ രാവിലെ തന്നെ നമുക്ക് പോകാം, ഞാനും നിങ്ങളുടെ ഒപ്പം തന്നെ വരാം. നിങ്ങൾ എല്ലാവർക്കും കൈയോടെ തന്നെ ചെക്കും കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അവർ കേസ് പിൻവലിക്കുമായിരിക്കുമെന്ന്. കോമ്പൻസേഷൻ കൊടുക്കാൻ പോകുന്നതിന് നമുക്ക് വേണമെങ്കിൽ പോലീസിന്റെ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാമെന്നും വക്കീൽ പറയുന്നു. എന്തൊക്കെ വന്നാലും ശരി, കൊടുക്കേണ്ട പണം കൊടുത്തിട്ട് അവർക്ക് പരാതിയില്ലെന്ന് ഞാൻ എഴുതി വാങ്ങിപ്പിക്കാമെന്ന് അർച്ചന വക്കീലിനും സച്ചിക്കും വാക്ക് കൊടുക്കുകയാണ്. അർച്ചനയുടെ ആത്മവിശ്വാസത്തെ ഞാൻ സമ്മതിക്കുന്നു. എന്താണെങ്കിലും നമുക്ക് ശ്രമിച്ചു നോക്കാമെന്ന് വക്കീലും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അർച്ചന വന്നതും സച്ചി പറഞ്ഞിട്ട് പോയതും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓർത്ത് വിഷമത്തോടെ ഇരിക്കുന്ന സേതുവിനെയാണ് കാണിക്കുന്നത്. അതേസമയം അർച്ചന സേതുമാധവനുള്ള മരുന്നും ആഹാരവുമായി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. തുടർന്ന് ഡിവൈഎസ്പി എന്താ വന്നതെന്ന് ചോദിക്കുമ്പോൾ അർച്ചന അച്ഛന് ആഹാരവും മരുന്നുമായിട്ട് വന്നതാണെന്ന് പറയുന്നു. അതെ, നിങ്ങൾ പറയുന്ന അയാൾ ഇവിടെ സുഖവാസത്തിനൊന്നുമല്ല വന്നിരിക്കുന്നത്. അയാൾ കൊലക്കേസിലെ പ്രതിയാണ്. എന്താണെങ്കിലും നിങ്ങൾക്കിതൊന്നും കൊടുക്കാൻ സാധിക്കില്ലെന്ന് ഡിവൈഎസ്പി പറയുമ്പോൾ കഷ്ടമുണ്ടെന്നും രോഗിയാണ് അയാളെന്നും ഒക്കെ തന്നെ പറയുകയാണ് അർച്ചന. അയാൾക്കുള്ള ആഹാരമെല്ലാം ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചു കൊടുത്തോളാമെന്നും നിങ്ങളിപ്പോൾ പോകാൻ നോക്കാനും ഡിവൈഎസ്പി അർച്ചനയോട് പറയുന്നു. മരുന്ന് കഴിക്കാതെ അയാൾക്ക് വയ്യാതായാൽ നിങ്ങൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരില്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഇത് വല്ലാത്ത പുലിവാലായല്ലോ. എന്താണെങ്കിലും ഞാനിത് കൊടുക്കാം, പക്ഷേ ഇയാൾക്കകത്തോട്ട് കയറാൻ പറ്റില്ല, കോൺസ്റ്റബിളിൻ്റെ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞ് ഡിവൈഎസ്പി ഒരു കോൺസ്റ്റബിളിനെ വിളിക്കുകയും അർച്ചനയുടെ കയ്യിൽ നിന്നും ആഹാരവും മരുന്നുമെല്ലാം അയാളെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് കോൺസ്റ്റബിള് സേതുവിന് ആഹാരം കൊണ്ട് കൊടുക്കുന്നതാണ്. നിങ്ങളുടെ മകള് കൊണ്ടുവന്നതാണെന്ന് കോൺസ്റ്റബിൾ പറയുമ്പോൾ ഏത് മകളെന്ന് സേതു ചോദിക്കുന്നു. അർച്ചനല്ലേ നിങ്ങളുടെ മകള്? ദേ ആഹാരവുമുണ്ട്, പിന്നെ ഒരു പൊതിയുണ്ട്, മരുന്നാണെന്ന് തോന്നുന്നു പറഞ്ഞ് അയാള് സേതുവിനെ ഏൽപ്പിച്ച് അവിടെ നിന്ന് പോകുന്നു. അതേസമയം നെല്ലിശ്ശേരി വീട്ടില് എല്ലാവർക്കും ഒപ്പം തീൻമേശയ്ക്ക് ചുറ്റുമിരുന്ന് ആഹാരം കഴിച്ച കാര്യമെല്ലാം ഓർത്ത് വിഷമത്തോടെ ഇരിക്കുകയാണ് സേതുമാധവൻ. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ആഹാരം കഴിക്കാനായിരിക്കുന്ന ധനുഷിനെയും സ്നേഹയുമാണ് കാണിക്കുന്നത്. രണ്ടുപേർക്കും ആഹാരം വിളമ്പിക്കൊടുത്തതിന് ശേഷം എന്താ സ്നേഹ കഴിക്കാത്തതെന്ന് അനഘ ചോദിക്കുമ്പോൾ അച്ഛന്റെ കാര്യം ഓർത്തിട്ട് കഴിക്കാൻ തോന്നുന്നില്ലെന്ന് സ്നേഹ പറയുന്നു. അവന്തികേച്ചി ഏതോ വക്കീൽ വഴി ജാമ്യത്തിന് നോക്കിയെന്നാണല്ലോ ഞാൻ കേട്ടതെന്ന് അനഘ പറയുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന സന്ദീപ് പറയുകയാണ്, അതൊക്കെ വെറും ഷോ ഓഫ് ആണെന്നാ എനിക്ക് തോന്നുന്നത്. പക്ഷേ അവന്തികയും അവളുടെ വക്കീലും കൂടി ചെന്ന് എന്തൊക്കെ പേപ്പറിൽ അച്ഛനെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങിച്ചെന്ന് പറഞ്ഞു. അതെ, അത് ശരിയാണെന്ന് സന്ദീപ് പറയുമ്പോൾ സൂക്ഷിക്കണമെന്നും ആ കടലാസ് വെച്ച് അവൾ എന്തെങ്കിലും ചെയ്യുമോ ഇല്ലയോ എന്ന് ആർക്കറിയാമെന്നും ധനുഷ് പറയുന്നു. ഒരവസരം കിട്ടിയാൽ അത് നല്ലപോലെ മുതലാക്കുന്ന ഒരാളാണ് അവന്തികയെന്ന് ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുകയാണ്, അവന്തികേടത്തെ കുറ്റം പറഞ്ഞിട്ട് എന്തിനാ? അർച്ചനേട്ടത്തിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ ദോഷം കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്നല്ലേ എല്ലാവരും വിശ്വസിക്കുന്നത്. എന്റെ സ്നേഹേ, അങ്ങനെ വിശ്വസിക്കുന്നത് ആരാ? ഞങ്ങൾ ആരും എന്താണെങ്കിലും അങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ലെന്ന് ധനുഷ് പറയുന്നു. സന്ദീപേ, ഇവര് കാണാൻ പോയ ജോത്സ്യൻ ആരാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. അയാളെ ഒന്ന് നേരിൽ കണ്ടു കുടഞ്ഞാലേ സത്യങ്ങളെല്ലാം പുറത്തു വന്നോളും. തുടർന്ന് സ്നേഹയും ധനുഷും തമ്മിൽ അർച്ചനയുടെ പേരിൽ വഴക്കുണ്ടാക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മുറിയിലിരുന്ന് ആപ്പിൾ കഴിക്കുന്ന അവന്തികയാണ്. അവന്തിക നന്ദനോട് പറയുകയാണ്, കണ്ടില്ലേ ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിച്ചത്. ഇനിയാണ് കലാശക്കൊട്ട് നടക്കാൻ പോകുന്നത്. അന്ന് ഞാൻ പൂട്ടിയിടത്തു നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു. ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ എന്റെ കാൽക്കീഴിൽ തന്നെ വന്ന് കിടക്കുന്നത്. നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ പതനം. തുടർന്ന് അർച്ചന ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. നെല്ലിശ്ശേരി വീടിന്റെ പതനം. എന്റെ ഈ സ്വപ്നങ്ങളൊക്കെ നടന്നു കിട്ടാനേ ഇനി എന്താണെങ്കിലും അധികം ദിവസങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത്. അതേസമയം ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് നന്ദൻ. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. സേതു ആഹാരം കഴിക്കാത്തത് കണ്ടുകൊണ്ട് കോൺസ്റ്റബിള് സെല്ലിന്റെ ഉള്ളിലേക്ക് ചെല്ലുകയാണ്. ഞാനൊരു വഴി നിങ്ങൾക്ക് പറഞ്ഞു തരാം. നാളെ നിങ്ങളെ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോഴേ നിങ്ങളവിടെ ബോധം കെട്ട് വീണാൽ മതി. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളും.
അവിടുന്ന് ജാമ്യം കിട്ടാനും എളുപ്പമാണെന്ന് പറഞ്ഞ് അയാള് അവിടെ നിന്ന് പോകുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയും സച്ചിയും കൂടി മരണപ്പെട്ടവരുടെ വീട്ടിലേക്ക് പോകുന്നതാണ്. അർച്ചനയും സച്ചിയും കാണുമ്പോൾ തന്നെ അവർ ബഹളമുണ്ടാക്കുമ്പോൾ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനായിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന് സച്ചിയും അർച്ചനയും പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.